പ്രപഞ്ചത്തിലെ അംശമായ പരമാണുവിന് കടക്കാൻ വേണ്ട ഒരു കാലം, അതായത് പരമാണു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ആറ്റം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിനൊരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് കിടക്കാനായിട്ട് അത്ര ഒരു കാലം ഉണ്ടല്ലോ, ആ കാലമാണ് പരമാണു കാലം എന്ന് പറയുന്നത്. 2 പരമാണുക്കൾ കൂടുമ്പോഴാണ് ഒരു അണു ഉണ്ടാവുന്നത്. 3 പരമാണുക്കൾ കൂടുമ്പോൾ ഒരു ത്രസരേണു. ഇനി 3 ത്രസരേണുകൾക്ക് കിടക്കാൻ വേണ്ട ഒരു കാലമുണ്ട്, അതിനൊരു ത്രുടി എന്ന് പറയും. അപ്പോൾ 3 ത്രുടി ചേർന്ന കാലമാണ് ഒരു വേദം. വേദം എന്ന് പറയുമ്പോൾ ഋഗ്വേദം, സാമവേദം, അതിൻ്റെ ഇതായെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി 3 വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ലവാണ്. 3 ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു നിമിഷം. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു നിമിഷം നിൽക്ക്, ഒരു നിമിഷം വെയിറ്റ് ചെയ്യാനൊക്കെ പറയില്ലേ. അപ്പോൾ 3 ലവങ്ങൾ ചേർന്നതാണ് ഒരു നിമിഷം. ഇനി 3 നിമിഷം ചേർന്ന് കഴിഞ്ഞാലോ അതിനൊരു ക്ഷണം എന്ന് പറയും. 5 ക്ഷണങ്ങൾ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാഷ്ട. 15 കാഷ്ടകൾ ചേരുമ്പോൾ ഒരു ലഘു. അത് കഴിഞ്ഞോ 15 ലഘുക്കൾ ചേർന്ന് കഴിയുമ്പോഴാണ് ഒരു നാഴിക കിട്ടുന്നത്. അപ്പോൾ ഒരു നാഴിക നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. 2 നാഴിക വരുമ്പോഴാണ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6 അല്ലെങ്കിൽ 7 നാഴികൾ ചേരുമ്പോഴാണ് ഒരു യാമം എന്ന് പറയുക. യാമത്തിൻ്റെ മറ്റൊരു പേര് പ്രഹരം എന്ന് പറയും. അതേമാതിരി 4 യാമങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ അതൊരു പകലായി. വീണ്ടും 4 യാമങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു രാത്രിയായി. ദാറ്റ് മീൻസ് ഒരു ദിവസം. അങ്ങനെ 15 ദിവസങ്ങൾ ചേരുമ്പോൾ അത് ഒരു പക്ഷം. 2 പക്ഷമുണ്ട് ഒരു മാസത്തിൽ. അപ്പോൾ 2 പക്ഷം എന്ന് പറഞ്ഞാൽ ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. അത് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പക്ഷങ്ങൾ, 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസമായി. ഇതേമാതിരത്തെ 2 മാസങ്ങൾ ചേരുമ്പോഴോ അത് ഒരു ഋതു എന്ന് പറയും. 6 മാസങ്ങൾ ചേരുമ്പോൾ അതിനാണ് പറയുന്നത് അയനം. വീണ്ടും 6 മാസത്തെ ദക്ഷിണായനം ഉണ്ട്, ഉത്തരായണം ഉണ്ട്. ദക്ഷിണായനം, ഉത്തരായണം. അതേ പറഞ്ഞ 12 മാസങ്ങൾ വരുമ്പോൾ അതിന് ഒരു വത്സരം അല്ലെങ്കിൽ ഒരു വർഷം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ 100 വത്സരങ്ങളാണ് ഒരു മനുഷ്യ ആയുസ്സിന് ഉള്ളത്. ഒരു മനുഷ്യ ആയുസ് 100 വത്സരങ്ങളുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടാനായിട്ട് സഹായിക്കും. താങ്ക് യു ടു ഓൾ.